ഒരു എന്തുവാ പെത്തോഫിസിയോളജി അല്ലെങ്കിൽ പെത്തോളജി ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇസ് നമ്മൾ വേറെയല്ല ഇത് തന്നെയാണ് അതിൻ്റെ അകത്ത് കൂട്ടത്തിലുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വെൻ ദി സ്ട്രെങ്ത് ഓഫ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇസ് ഇൻക്രീസ്ഡ് ടു ഓവർകം ദ റെസിസ്റ്റൻസ് ഓഫ് ദി നാരോഡ് അയോട്ടിക് വാൽവ്, ആ നാരോ അയോട്ടിക് വാൽവിനെ ഓവർകം ചെയ്ത് ബ്ലഡിനെ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് പുഷ് ചെയ്യാനായിട്ട് ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾസ് സ്ട്രെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പം ഓക്കെ എന്നിട്ട് പോലും ദർ വിൽ ബി ലെസ് ഫോഴ്സ് ബിഹൈൻഡ് ദി ബ്ലഡ് ഇൻ ദ സിസ്റ്റമിക് സർക്കുലേഷൻ ബിക്കോസ് കയറിൻ്റെ അത്രയും ബ്ലഡ് കയറുന്നില്ല. സോ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് ഉള്ള ബ്ലഡ് കയറുന്നത് എപ്പോഴും അതിൻ്റെ പ്രഷർ കുറവായിരിക്കും ആൻഡ് വെൻട്രിക്കിൾസിൽ ആയിരിക്കും കൂടുതൽ പ്രഷർ നിൽക്കുന്നത്. സോ യൂഷ്വലി ഇങ്ങനത്തെ പേഷ്യൻസിൽ BP will fall and this will cause left ventricular hypertrophy and blood flow incompetence. There is regurgitation ഉണ്ടാവുന്നുണ്ട്. So there is backflow of blood through the valve into the left ventricle and blood pressure falls in the systemic circulation due to the reduced volume of blood into the aorta, and this will cause the left ventricles to dilate and then hypertrophy. Now symptoms എന്ന് പറയുന്നത് ഈ സ്റ്റിനോസിസും ഇൻകോമ്പിറ്റൻസും കൂടെ വരുമ്പം വരുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? See, basically it is due to the poor arterial supply to all parts of the body. അയോട്ടേന്നാണ് arterial supply to the systemic circulation അല്ലെങ്കിൽ to the all parts of the body arterial blood supply വരേണ്ടത്. When there is stenosis, there is poor arterial blood supply. ഈ ഒരൊറ്റ കാരണം കൊണ്ട് വരുന്ന സിംറ്റംസും സൈൻസും ആണ് അയോട്ടിക് സ്റ്റിനോസിസിൽ കാണുന്നത്. ഫസ്റ്റ് ഇസ് the patient will be pallor. They will be pale because of less amount of blood supply. Grayish white ആയിട്ടുള്ള സ്കിൻ കളേഴ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. Cerebral anemia, that is blood supply to the brain will be lessened. So cerebral anemia വരുമ്പം headaches, faintness, giddiness, vomiting sensation, insomnia, that is sleeplessness, irritability, depression, ഇതൊക്കെ because their brain cells are not active enough because they are not getting sufficient amount of oxygen level. So ഇത് ഡിപ്രസ്ഡ് ആയിട്ട് എപ്പോഴും ഇരിക്കും. സെറിബ്രൽ അനീമിയ കാണും. they will be having chest pains due to ischemia of the heart. edema, there will be edema later on, generalized ആയിട്ടുള്ള edema and breathlessness, dyspnea, less than in mitral stenosis. mitral stenosis-ൻ്റെ അകത്ത് dyspnea വരുന്നുണ്ട്, പക്ഷേ that is more severe than aortic stenosis-ൽ വരുന്ന dyspnea. So these are the signs and symptoms. Chest pains, angina, syncopum, there is insomnia പറഞ്ഞു. ഇതെല്ലാം ഈ പേഷ്യൻസിൽ കാണും. ഇനി നമ്മൾ അവരെ സയൻസ് ആയിട്ട് നമ്മൾ അവരെ പാൽപേറ്റ് ചെയ്യുമ്പം അസസ് ചെയ്യുമ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻ സ്റ്റിനോസിസ് സിസ്റ്റോളിക് മേമേഴ്സ് കാണും ആൻഡ് ദേ വിൽ ബി ഹാവിങ് എ വീക്ക് പൾസ് ബിക്കോസ് പെരിഫറലിലോട്ട് പോകേണ്ട ബ്ലഡ് എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിട്ട് പോകാത്തതുകൊണ്ട് സിസ്റ്റമിക് സർക്കുലേഷനിലെ ബ്ലഡ് സപ്ലൈ കുറവായതുകൊണ്ട് ദേ വിൽ ബി ഹാവിങ് എ വീക്ക് പൾസ്. റിഗർഗിറ്റേഷന് വരുമ്പം ഡയസ്റ്റോളിക് മേമേഴ്സ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. സിസ്റ്റോളിക് മേമേഴ്സ് ഇൻ സ്റ്റിനോസിസ് ആൻഡ് റിഗർഗിറ്റേഷനിൽ ഡയസ്റ്റോളിക് മേമേഴ്സ് കാണും. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഇൻ റിഗർഗിറ്റേഷൻ ആൻഡ് വാട്ടർ ഹാമർ പൾസ് is very typical in regurgitation. Aortic regurgitationle patientsine water hammer pulse is very typical. In water hammer pulse ennu parayunnathu endana? If the radial artery is palpated with the patient's arm vertical in position, okay, ee pulse ennu parayunnathu will be felt suddenly with the force and then suddenly impalpable. That is ആദ്യം നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട് നല്ലൊരു ബീറ്റ് കേൾക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പാൽപേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ പേഷ്യൻറ്റ് കേൾക്കത്തേയില്ല, കിട്ടത്തേയില്ല. സോ ഇൻറ്റർമിറ്റൻ്റ് ആയിട്ട് സഡൻ പൾസ് ബീറ്റ് വിത്ത് സെസേഷൻ ഓഫ് ദി റേഡിയൽ impulse is called as the water hammer pulse. Okay, the great force is due to the ventricular contraction
and the loss of pulse is related to the regurgitation of the blood. So this is what is water hammer pulse. See, ഇതിനകത്ത് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട് where the tricuspid valve of your aortic valve അതിന് സ്റ്റെനോസിസ് വന്നിട്ട് കുറച്ച് ഗ്യാപ്പായിട്ട്, ബിക്കോസ് ദി വാൽവ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫൻഡ്, എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പായിട്ട് അങ്ങനെ തന്നെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുമ്പം പോകുന്ന ബ്ലഡ് ഇൻ ടു ദി അയോട്ട അത് കുറവുമായിരിക്കും. എന്നിട്ട് തിരിച്ച് ഒരു ബാക്ക് ഫ്ലോയും നടക്കാനായിട്ട് ആ ഒരു സ്പേസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നു പോകുന്നു. Now this is the water hammer pulse എന്ന് പറയുന്നത്. സി, ഇതിൻ്റെ അകത്ത് അവർ ആദ്യത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് റേഡിയൽ പൾസ് എടുക്കുന്നതാണ്. ഇത് വെർട്ടിക്കലി പൊസിഷൻ ചെയ്തിട്ട്, സോ വെർട്ടിക്കലി പൊസിഷൻ ചെയ്തിട്ട് പൾസ് നോക്കുമ്പം അവർക്ക് കിട്ടുന്ന വാട്ടർ ഹാമർ പൾസാണ്. ഇനിയും ഇതിൻ്റെ അകത്ത് വാട്ടർ ഹാമർ പൾസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, നോർമൽ പൾസ് നമ്മൾ നോക്കുമ്പം എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ദാറ്റ് ഇസ് ദി മുകളിലത്തെ ഫിഗറാണ് വരുന്നതും വാട്ടർ ഹാമർ പൾസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതും അവർ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ദി വാട്ടർ ഹാമർ പൾസ്, വിച്ച് ഇസ് വെരി ടിപ്പിക്കൽ ഇൻ അയോട്ടിക് റീഗർഗിറ്റേഷൻ പേഷ്യൻസ്. അയോട്ടിക് സ്റ്റെനോസിസ് ഉള്ളവർക്ക് ഇറ്റ് വിൽ ബി വിത്ത് എ കോമ്പിനേഷൻ ഓഫ് റിഗർഗിറ്റേഷൻ. സോ പൾസ് നോക്കുമ്പം വാട്ടർ ഹാമർ പൾസ് നമുക്ക് അസസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് understand that there is some amount of regurgitation as well.